നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഗർഭചിത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാനസികമായും ശാരീരികമായും ഒട്ടേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ്. ശരീരത്തിൽ അത്യന്തം അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ അശാസ്ത്രീയമായ ഗർഭചിത്രം എന്ന് പറയുന്നത്. ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് കൊല്ലം ഗവൺമെൻറ് വിക്ടോറിയ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ NR റീനയാണ്. സൊസൈറ്റി ഓഫ് വെർജിനൽ സർജൻ ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റേഴ്സ് പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ഈ ഗർഭചിത്രം എന്ന് പറയുന്നത് അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് ഒരു സാധാരണ ഒരു ഗർഭചിത്രം എന്ന് പറയുമ്പോൾ? ശരിക്ക് ശാസ്ത്രീയമായ ധാരാളം പ്രോട്ടോകോൾസ് ഉണ്ട് നമ്മൾ ഈ അബോർഷൻ ചെയ്യുന്നതിന്. ശരിയായ രീതിയിൽ സയന്റിഫിക് ആയിട്ട് ചെയ്യുന്ന ഗർഭചിത്രങ്ങൾ ഏറെക്കുറെ സുരക്ഷിതം എന്ന് തന്നെ പറയാം. എന്നാലും അശാസ്ത്രീയമായ ഗർഭചിത്രത്തിലൂടെ ധാരാളം മാതൃമരണങ്ങൾ വരെ നടക്കാറുണ്ട്. ഏതാണ്ട് 1,00,000 പ്രസവം നടക്കുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന മാതൃമരണം എന്ന് പറഞ്ഞാൽ 20-നും 30-നും ഇടയിലാണ്. ഏതാണ്ട് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക നിലയിലുള്ളൊരു മാതൃമരണ നിരക്കാണിത്. എന്നാൽ ഇതില് 8% മാതൃമരണങ്ങൾ ഉണ്ടാകുന്നത് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിലൂടെയാണ് എന്ന് പറയുമ്പോഴാണ് അശാസ്ത്രീയമായ ഗർഭചിത്രങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഒരു 25 മാതൃമരണങ്ങൾ നടക്കുമ്പോൾ അതിൽ 2 മാതൃമരണം ഉണ്ടാകുന്നതിന്റെ കാരണം അശാസ്ത്രീയമായ ഗർഭചിത്രമാണ്. ഡോക്ടർ, അതുപോലെ ഇത് നമ്മുടെ ആരോഗ്യത്തെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗർഭകാലം എന്ന് പറയുന്നത്, ഒരു പ്രഗ്നന്റ് ആവുക എന്ന് പറയുന്നത് തന്നെ ആരോഗ്യപരമായിട്ട് ഒട്ടേറെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രഗ്നൻസി ഇത് നമ്മുടെ അബോർഷൻ കൂടെ ചെയ്തു വരുമ്പോൾ ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? ഗർഭചിത്രം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലുണ്ടായ കുഞ്ഞിനെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് നമ്മൾ നശിപ്പിച്ച് കളയുന്നതാണ് ഗർഭചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുഞ്ഞ് രൂപപ്പെടുന്നു നമ്മുടെ ശരീരത്തിനുള്ളില്, നമ്മൾ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അത് ശാസ്ത്രീയമായിട്ടാണെങ്കിൽ പലപ്പോഴും അണുബാധയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും വളരെ കുറവായിരിക്കും. അല്ലാതെയുള്ള ഗർഭചിത്രം നടത്തുമ്പോഴാണ് കൂടുതൽ അണുബാധയുണ്ടാകാം. അത് മാത്രമല്ല, ഈ കുഞ്ഞിനെ നമ്മൾ നശിപ്പിച്ചത് പുറത്തേക്ക് പോകുമ്പോൾ അമിതമായ രക്തസ്രാവം ഉണ്ടാകാം. ഒരുപക്ഷെ ശരിയായ സമയത്ത് വേണ്ടൊരു ചികിത്സ ലഭിച്ചില്ല എങ്കിൽ അമ്മയുടെ മരണത്തിലേക്ക് തന്നെ നയിക്കാവുന്ന രീതിയിലേക്ക് രക്തസ്രാവം പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗർഭപാത്രത്തിന് അതിനോടനുബന്ധിച്ചുള്ള അവയവങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടാവുക, പിന്നീടുണ്ടാകുന്ന വന്ധ്യത, ഇങ്ങനെയെല്ലാമുള്ള ധാരാളം പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ അല്ലാതെ നടത്തുന്ന ഗർഭചിത്രത്തിലൂടെ രോഗി നേരിടാറുണ്ട്. അത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ഈ കൃത്യസമയത്ത് അബോർഷൻ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സമയപരിധി ഉണ്ടാവുമല്ലോ, ഇത്ര ആഴ്ച കൊണ്ട് അബോർഷൻ ചെയ്യണം, അങ്ങനെ കാലാവധി ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് വരുന്നത്? തീർച്ചയായും അതിന് വ്യക്തമായ ഒരു നിയമം തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ട്. MTP ആക്ട് 1972 നിലവിൽ വന്ന MTP ആക്ട് നിലവിൽ വന്നു. അത് 2021 അതിനൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഈ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഗർഭചിത്രങ്ങൾ നടത്തുന്നത്. അതിന് വ്യക്തമായി ഏത് സമയത്താണ് ഗർഭചിത്രം നടത്തേണ്ടതെന്ന് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ ആണ് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 9 വീക്സ് വരെ നമുക്ക് മെഡിക്കേറ്റഡ് അബോർഷൻ എന്ന് പറയും. അതായത് ഗുളികകൾ നൽകുന്നതിലൂടെയുള്ള അബോർഷൻ നമുക്ക് ചെയ്യാൻ കഴിയും. സാധാരണ ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന രക്തസ്രാവം പോലെയോ അല്പം അധികമോ ഉള്ള രക്തസ്രാവമായിട്ടായിരിക്കും പലപ്പോഴും ഈ ഗുളികകൾ കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുളികകൾ നൽകുമ്പോൾ ഗർഭചിത്രം നടക്കുന്നത്. പിന്നീട് ഒരു 20 വീക്സ് വരെ ഈ പുതിയ അമെൻമെന്റിലാണ് 2021 വന്ന അമെൻമെന്റ് പ്രകാരം നമുക്ക് 20 ആഴ്ച വരെയുള്ള ഗർഭചിത്രം നടത്തുന്നതിന് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അഭിപ്രായത്തിൽ നമുക്ക് നടത്താൻ കഴിയും. പക്ഷെ അത് ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ, ആശുപത്രികളിലാണ് ഈ ഗർഭചിത്രം നടത്തേണ്ടത്, അതിനുള്ള ഡോക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ, ഡോക്ടേഴ്സ് എംപാനൽഡ് ആയിരിക്കണം, എന്തെല്ലാം കുറേയേറെ ക്രൈറ്റീരിയകൾ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 20 ആഴ്ച കഴിഞ്ഞാൽ 2 രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ അഭിപ്രായത്തോടു കൂടി മാത്രമേ നമുക്ക് ഗർഭചിത്രം നടത്താൻ കഴിയൂ. 20 ആഴ്ച കഴിഞ്ഞാൽ 24 ആഴ്ച വരെയാണ് നമുക്കത് ചെയ്യാൻ കഴിയുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ നമ്മൾ ഗർഭചിത്രം നടത്തണമെങ്കിൽ
ഈ പുതുതായിട്ട് വന്ന അമെന്റ്മെന്റ് പ്രകാരം 24 ആഴ്ച കഴിഞ്ഞാലും നമുക്ക് ഗർഭഛിദ്രം നടത്താം. പക്ഷേ അത് ഒരു മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിൽ മാത്രമേ അത്തരം ഗർഭഛിദ്രം നമുക്ക് നടത്താൻ കഴിയൂ. DMOയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന കുറേയേറെ ഡോക്ടേഴ്സ് അടങ്ങിയ ഒരു മെഡിക്കൽ ബോർഡാണ് അതിന്റെ തീരുമാനം എടുക്കുന്നത്. അത് തന്നെ കുഞ്ഞിന് ശരിയായ രീതിയിൽ ജീവിതം നയിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ളൊരു കൺജനിറ്റൽ അനോമലി, സബ്സ്റ്റാൻഷ്യൽ കൺജനിറ്റൽ അനോമലി കുഞ്ഞിനുണ്ടെങ്കിൽ മാത്രമേ 24 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഗർഭഛിദ്രം നടത്താൻ കഴിയൂ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു പ്രായപരിധി ഇപ്പോൾ 30 വയസ്സിന് ശേഷമുള്ളവർക്ക് പ്രഗ്നൻസി ഉണ്ടാകുന്നത് തന്നെ വളരെ കുറച്ച് ഗുരുതരമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്, കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ 20 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രഗ്നൻസി ടൈമിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ ഒരു പ്രായക്കാർക്ക് ഈ ഒരു അബോർഷൻ എന്ന് പറയുന്നത് പ്രാവർത്തികമാവുമോ? എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ആ ഒരു പ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്? ഈ അഡോളസെന്റ് പ്രഗ്നൻസി ആണ് നമ്മൾ ടീനേജ് പ്രഗ്നൻസി. 20 വയസ്സിന് മുന്നിൽ ഉണ്ടാകുന്ന ഗർഭധാരണം. ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അഡോളസെന്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അഡോളസെന്റ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇല്ലീഗൽ പ്രഗ്നൻസി അല്ല, നിയമവിധേയമായിട്ടുള്ളതുണ്ട്. 18 വയസ്സാണല്ലോ നമ്മുടെ വിവാഹപ്രായം. ഇപ്പൊ 18 വയസ്സിൽ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടി 19 അത് കഴിഞ്ഞ് അടുത്ത മാസത്തിലൊക്കെ ഗർഭധാരണം നടന്നാലും അത് അഡോളസെന്റ് പ്രഗ്നൻസി ആണ്. 20 വയസ്സിന് മുൻപ് ടീനേജിൽ ഉണ്ടാകുന്ന ഗർഭധാരണം. ഈ ടീനേജിലുള്ളൊരു പെൺകുട്ടിക്ക് പൂർണ്ണ വളർച്ചയെത്തി ഒരു കുഞ്ഞിനെ വഹിക്കാൻ വേണ്ടുന്ന രീതിയിൽ ഈ കുട്ടിയുടെ ശരീരം രൂപപ്പെട്ടു വന്നിട്ടില്ല. അതിന്റെ പെൽവിസ്, ഇടുപ്പെല്ലുകള്, അതിന്റെ യൂട്രസ് ഇതൊന്നും പൂർണ്ണമായ തോതില് വികസിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും അമ്മയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അനീമിയ, വിളർച്ച വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണ പ്രസവം നടക്കാനുള്ള സാധ്യത കുറവുണ്ട്. സിസേറിയൻ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ടാകുന്നു. അതുപോലെ തന്നെ അബോർഷൻ ചെയ്യുമ്പോഴും ആ അബോർഷന്റെ പ്രൊസീജിയറുകൾ താങ്ങാനുള്ള ഒരു ശക്തിയും അതിനൊരു ആ രീതിയിലേക്ക് അഡോളസെന്റ് ഏജിലുള്ള പെൺകുട്ടികൾ എത്താറില്ല. അതുപോലെയാണ് എക്സ്ട്രീംസ് ഓഫ് ഏജ്. 35 വയസ്സ് കഴിയുമ്പോൾ, അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്കറിയാം പ്രായം കൂടുന്തോറും പ്രഷർ, ഷുഗർ തുടങ്ങിയ ധാരാളം അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ 35 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന ഗർഭധാരണത്തിനും ഇതേ തോതിലുള്ള റിസ്കുകൾ കൂടുതലാണ്. ശാരീരികമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ സാധാരണ ഏജ് ഗ്രൂപ്പിൽ ഒരു 30 വയസ്സിൽ താഴെ ഉള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ അപകട സാധ്യത പ്രായക്കൂടുതലുള്ള സ്ത്രീകളിൽ കാണാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടാകുന്നൊരു മാനസിക സമ്മർദ്ദം, മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് മാനസികമായിട്ട് ഈ ഒരു അബോർഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതെങ്ങനെയാണ്, പ്രത്യേകിച്ച് നിർബന്ധിതമായിട്ട് ഈ ഗർഭചിത്രം നടത്തുമ്പോൾ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും നിർബന്ധിതമായിട്ടൊരു ഗർഭചിത്രം എന്നൊരു കൺസെപ്റ്റ് ആക്ച്വലി നമ്മുടെ നിയമപ്രകാരം 18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് ഗർഭചിത്രം വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാം. സ്പൗസ് കൺസെന്റ് ഇസ് നോട്ട് റിക്വയർഡ് എന്നാണ്. അതായത് 18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടി, ആ കുട്ടി ഗർഭധാരണം ചെയ്തു, അത് അബോർഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന്റെ പങ്കാളി ഭർത്താവിനോട് നമ്മൾ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. നിയമപ്രകാരം സ്പൗസ് കൺസെന്റ് ഇസ് നോട്ട് റിക്വയർഡ്. അപ്പം ഈ കുട്ടിക്ക് തീരുമാനം എടുക്കാം അത് അബോർഷൻ ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തില്. പിന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം എന്ന് പറഞ്ഞാല് പലപ്പോഴും നമുക്കറിയാലോ, നമ്മുടെ കുഞ്ഞാണ് ഉള്ളിൽ വളർന്നു വരുന്നു. ആ കുഞ്ഞിനെ നശിപ്പിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ഡിപ്രഷൻ, നമ്മൾ എന്തോന്നു തെറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നു. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പോഴെങ്കിലും വളരെ അപൂർവമായിട്ടെങ്കിലും സൈക്യാട്രിക് കൗൺസിലിംഗ് നമുക്ക് വേണ്ടതായിട്ടും വരാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് ശേഷം, ഈ ഒരു അബോർഷന് ശേഷം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും ആരോഗ്യപരമായിട്ട് തന്നെ. അതെന്തൊക്കെയാണ്? ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്ന അബോർഷനുകളിൽ സാധാരണ വലിയ അണുബാധ ഉണ്ടാകാറില്ല, രക്തം കൂടുതൽ നഷ്ടപ്പെടാറില്ല. എന്നാലും അപൂർവമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇപ്പം പ്രത്യേകിച്ചും വളർച്ച കൂടുതൽ ഉണ്ടായ കുഞ്ഞുങ്ങൾ, അതായത് 20 ആഴ്ചയോ 24 ആഴ്ചയോ ഒക്കെ ആയതിനു ശേഷം ചെയ്യുന്ന അബോർഷൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു കുഞ്ഞാണ്. 3, 4, 5 മാസം പ്രായമായ കുഞ്ഞ് അത്രയും വലിപ്പത്തില് ആ പ്രോട്ടീനും ബ്ലഡും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് തിരിച്ച് ശരീരത്തിലേക്ക് ആയി വരുന്നതിന് വേണ്ടുന്ന പോഷക സമൃദ്ധമായ ആഹാരം, പ്രോട്ടീനും അയണും ഒക്കെ കൂടുതലുള്ള ആഹാരം നമ്മൾ ഇത് കഴിഞ്ഞുള്ള അവസരങ്ങളിൽ, അബോർഷൻ കഴിഞ്ഞ ഉടനെ കഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അണുബാധ
അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്നുള്ള ചില അശ്രദ്ധ കൊണ്ടോ ഉടനെ തന്നെ അബോർഷൻ കഴിഞ്ഞ ഉടനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ചിലരെങ്കിലും വെജൈനയ്ക്ക് അകത്ത് ഉപയോഗിക്കുന്ന ടാമ്പൂൺസ് യൂസ് ചെയ്യും ബ്ലീഡിങ് ഒഴിവാക്കുന്നതിനായിട്ട്. അത്തരം അവസരങ്ങളിലൊക്കെ അണുബാധ അകത്തോട്ട് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അബോർഷൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ വിളർച്ച കൂടുമ്പം നമുക്ക് അണുബാധ ഉണ്ടാകാൻ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ രക്തം നഷ്ടപ്പെടുന്നു, ശരീരത്തിൽ വിളർച്ച ഉണ്ടാകുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു, നമുക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾ അബോർഷൻ കഴിഞ്ഞ സ്ത്രീകളും പെൺകുട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ അബോർഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ്, അഥവാ കുട്ടിക്ക് വളർച്ചയെത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിന് അതിൻ്റെ ബലം ഇല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ അബോർഷൻ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അത്തരം സാഹചര്യങ്ങൾ, മറ്റ് സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ഈ അബോർഷൻ ചെയ്യുന്നതിനെ പറ്റി? ഈ അബോർഷൻ എന്ന് പറയുമ്പോഴേ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞനക്കം ഇല്ലാതെ അകത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഓൾറെഡി ഡെഡ് ആണ്. മരണപ്പെട്ട ഒരു കുഞ്ഞിനെ അത് ഓൾറെഡി അബോർഷൻ ആയി കഴിഞ്ഞത് നമ്മൾ മാറ്റം ചെയ്യുന്നതാണ്. പക്ഷേ MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അമ്മയുടെയോ കുഞ്ഞിന്റെയോ ശാരീരികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ മാനസികമായ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഗർഭഛിദ്രം നടത്തുന്നതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആക്ട് നിലവിൽ വന്നത്. നമ്മൾ സ്വമേധയാ നമ്മളായിട്ട് ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുന്നതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതിന്റെ റീസൺസ് പ്രധാനമായിട്ടും സോഷ്യൽ റീസൺസ് ഉണ്ട്. ഒരു അൺമാരിഡ് ആയിട്ട് ഒരു കുട്ടി വിവാഹപൂർവ്വ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ഗർഭമാണെങ്കിൽ നമുക്കത് അബോർഷൻ ചെയ്ത് കളയാം. റേപ്പ്, ബലാത്സംഗത്തിന് ഇരയായ കുട്ടിയാണ്, അപ്പം അത് നമുക്ക് അബോർഷൻ ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി തുടരുന്നത് കൊണ്ട് അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചില ഹാർട്ട് ഡിസീസ് ഉള്ള അമ്മമാരുണ്ട്. അപ്പം പ്രഗ്നന്റ് ആയിപ്പോയി, പക്ഷെ അവർക്ക് ഗർഭനിരോധന മാർഗങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു, പക്ഷേ അവർ ഗർഭധാരണം നടന്നുപോയി. ഗർഭം തുടർന്നാൽ ഹാർട്ടിന്റെ കണ്ടീഷൻ വഷളാകുന്നത് കൊണ്ട് അമ്മയുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ അമ്മയ്ക്ക് മരണം വരെ സംഭവിക്കാം. അത്തരം അവസരങ്ങളിൽ നമുക്ക് അബോർഷൻ ചെയ്തു കൊടുക്കാൻ കഴിയും. അതുപോലെ നമ്മൾ ഗർഭസ്ഥ ശിശുവിനെ സ്കാൻ ചെയ്ത് കുഞ്ഞിന് വലിയ മേജർ ആയിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത്തരം അവസരങ്ങളിലും നമ്മൾ അബോർഷൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഗർഭനിരോധന മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ആ ഗർഭനിരോധന മാർഗങ്ങളിലെ പാളിച്ചകൾ മൂലം, കോപ്പർ ടീ ഇട്ട ഒരു വ്യക്തിയാണ്, അത് കോപ്പർ ടീ ഇട്ടിട്ടും ഗർഭധാരണം നടന്നുപോയി, അല്ലെങ്കിൽ കോണ്ടം ഉപയോഗിച്ച് സെക്ഷൽ കോണ്ടാക്ട് നടത്തിയതാണ്, പക്ഷേ പിന്നീട് നോക്കുമ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി, ഗുളികകൾ കഴിച്ചിരുന്നു എന്നിട്ടും ഗർഭധാരണം നടന്നുപോയി. അത്തരം അവസരങ്ങളിലും നമുക്ക് നിയമപരമായിട്ട് ഗർഭഛിദ്രം നടത്തി ചെയ്തു കൊടുക്കാം. നേരത്തെ ചോദിച്ച കാര്യത്തിലെ കൺസെന്റിന്റെ കാര്യത്തിൽ ഒരു കാര്യം, നമുക്ക് ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി സമ്മതം തരണമെങ്കിൽ പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 18 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ പലപ്പോഴും നമുക്ക് ആശുപത്രിയിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണിത്. 18 വയസ്സായാലും 16 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ചിലപ്പോൾ തനിയായിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് വന്ന് ഗർഭഛിദ്രം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ നമുക്കൊരു ലീഗൽ ഗാർഡിയൻ, ആ കുട്ടിയുടെ നിയമപരമായ പേരന്റ്, രക്ഷാകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗർഭഛിദ്രം നടത്താൻ കഴിയൂ. അല്ലാതുള്ള അവസരങ്ങളിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് ചൈൽഡ് ലൈനിൽ അറിയിച്ച് അവരുടെ ഒരു അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു സഹായത്തോടു കൂടിയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ കുട്ടികളുടെ ഗർഭഛിദ്രത്തിന് വേണ്ടി വരുന്ന ടീനേജ് കുട്ടികൾ, 16-17 വയസ്സുള്ള കുട്ടികളോട് അമ്മയോ വീട്ടുകാരെയോ അറിയിക്കേണ്ടി വന്നാൽ, അയ്യോ അങ്ങനെ അറിയിക്കരുത്, അങ്ങനെ പാരന്റ്സ് അറിഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്ന അത്തരം അവസരങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ സർവീസിൽ വരാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാമുകനിൽ നിന്നും കാമുകി ഒരു പ്രഗ്നൻ്റ് ആവുകയാണ്, 4 മാസമായി, ഇല്ലീഗലായി തന്നെ മറ്റു മരുന്നുകളൊക്കെ കുടിച്ച് അബോർഷൻ ആവുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ കാമുകനെതിരെ പരാതിപ്പെടാനും നിയമ നടപടിയിലേക്കും പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ? അത് ആക്ച്വലി ഒരു മെഡിക്കൽ ക്വസ്റ്റ്യൻ അല്ലല്ലോ. ഞങ്ങൾക്ക് മെഡിക്കലി വേണ്ടുന്ന ലീഗൽ പോയിന്റ്സ് ഞാൻ പറയാം. 18 വയസ്സിൽ പ്രായം കുറഞ്ഞ, 18 വയസ്സിൽ താഴെയാണ് പെൺകുട്ടിയുടെ പ്രായമെങ്കിൽ ആ കുട്ടി പ്രഗ്നന്റ് ആയത് ഈവൻ വിത്ത് ഹർ കൺസെന്റ്, ഈ കുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭധാരണം നടക്കുകയും ചെയ്തതെങ്കിലും അത് റേപ്പ് ആയിട്ടാണ്. ആ ഡെഫിനിഷൻ പ്രകാരം, നിർവചന പ്രകാരം അത് റേപ്പാണ്, അതായത് ബലാത്സംഗമാണ്. അത്തരം അവസരങ്ങളിൽ പോക്സോ നിയമപ്രകാരം നമ്മൾ പോലീസ് ഇന്റിമേഷൻ കൊടുക്കണം, പോലീസ് അതിൽ കേസ് എടുക്കുകയും ചെയ്യും. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടി അത് ആ കുട്ടിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ
നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പോലീസ് ഇന്റിമേഷൻ കൊടുക്കണമെന്നൊന്നും നിയമമില്ല. എന്ന് പറഞ്ഞാൽ അത്തരം ഒരു കേസ് 18 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയാണ് ഗർഭധാരണം നടന്ന് നമ്മുടെ അടുത്ത് എത്തുകയാണെങ്കിൽ നിർബന്ധമായും അത് പോലീസിൽ അറിയിക്കണം എന്ന് ഇന്ന് നിയമമില്ല. അപ്പം അത്തരം കേസുകൾ ആ കുട്ടിയോ അതിന്റെ രക്ഷകർത്താവോ ആവശ്യപ്പെട്ടാൽ നമുക്ക് നിയമപരമായി അബോർഷൻ ചെയ്തു കൊടുക്കാൻ കഴിയും. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അബോർഷന് വേണ്ടി. അതുപോലെ തന്നെ മെഡിസിൻ നേരത്തെ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ കഴിച്ച് നമുക്ക് അബോർഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്നു. ഈ ഒരു ഘട്ടം അതെങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് മെഡിസിൻ കഴിച്ചിട്ടുള്ള അബോർഷൻ സാധ്യമാകും? ഇല്ല ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് കടക്കുന്നത്? ഈ 9 ആഴ്ച വരെയാണ് MDP ആക്ട് പ്രകാരം ഗുളികകൾ നൽകി നമുക്ക് ഗർഭഛിദ്രം ചെയ്യാൻ കഴിയുന്നത്. അതിൽ തന്നെ 7 ആഴ്ച വരെ, അതായത് 49 ദിവസം, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്, അവസാനം മെൻസസ് ആയ ദിവസം മുതൽ അതിന്റെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അവസാനം മെൻസസ് ആയതിന്റെ ആദ്യ ദിനം മുതൽ 49 ദിവസത്തിനകമാണ് ഈ കുട്ടി വരുന്നതെങ്കിൽ നമുക്ക് ഗുളികകൾ നൽകി ഗർഭഛിദ്രം നടത്താൻ കഴിയും. പക്ഷെ അതിന് ഈ MDP ആക്ട് പ്രകാരമുള്ള കൺസെന്റ് എടുക്കണം. അതിനൊരു RMP, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഒപ്പീനിയൻ കൊടുക്കുന്ന ഒരു ഫോം ഉണ്ട്. ഈ ഫോം സൈൻ ചെയ്യണം. ഇത് OP പ്രൊസീജിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ OP മാത്രമുള്ള ആശുപത്രികളിലാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. അതായത് ഗർഭഛിദ്രത്തിന് വേണ്ടി ഗുളിക നൽകുന്നതെങ്കിൽ ആ സ്ഥാപനത്തിന് എന്തെങ്കിലും എമർജൻസി, അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടായാൽ, അതായത് ഈ കുട്ടിക്ക് അമിത രക്തസ്രാവം, ഗുളിക കഴിച്ചതിനെ തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടായാൽ ഈ കുട്ടിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനവുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാകണം. അത് ഏത് സ്ഥാപനം, ഏത് ആശുപത്രിയിലേക്കാണ് ഈ കുട്ടി പോകേണ്ടതെന്ന് വ്യക്തമായി ആശുപത്രിയിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതിന്റെ ബോർഡ് എക്സിബിറ്റ് ചെയ്യണം. അത് കോണ്ടാക്ട് നമ്പർ, ആ ആശുപത്രിയിൽ പോകുന്നതിന്റെ കോണ്ടാക്ട് നമ്പറും അത്തരം ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആ ബോർഡിൽ ഉണ്ടായിരിക്കണം. അത് 7 വീക്സ് വരെ, അതായത് 49 ഡേയ്സ് വരെയാണ് നമ്മൾ അത്തരത്തിൽ ഗുളിക കൊടുത്ത് വീട്ടിലേക്ക് വിടുന്നത്. 7 വീക്സ് ടു 9 വീക്സ് വരെയും നമുക്ക് ഗുളികകൾ കൊടുക്കാം. പക്ഷേ ഐഡിയലി കുട്ടിയെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടത്തി ഗുളിക കൊടുക്കുന്നതാണ് നല്ലത്. കാരണം രക്തസ്രാവം ഉണ്ടാകുന്നത് വളരെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോഴെങ്കിലും അമിത രക്തസ്രാവം ഉണ്ടായാൽ രോഗിയുടെ അവസ്ഥ ഗുരുതരമാകാനും സാധ്യതയുണ്ട്. ഈ 63 ഡേയ്സ്, അതായത് 9 ആഴ്ച കഴിഞ്ഞാൽ ഗുളികകൾ മാത്രം നൽകിയുള്ള ഗർഭഛിദ്രം നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. 9 ആഴ്ച മുതൽ 20 വീക്സ് വരെ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, അതായത് ഒരു ഡോക്ടർക്ക് തീരുമാനം എടുക്കാം ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ അബോർഷൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രൊസീജിയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ചില ക്രൈറ്റീരിയസ്, ചില അതിന്റെ സൗകര്യങ്ങൾ നോക്കിയിട്ടാണ് അത്തരം ആശുപത്രികൾക്ക് ഈ പ്രൊസീജിയർ ചെയ്യുന്നതിനുള്ള, അതായത് ഫസ്റ്റ് ട്രൈംസ്റ്റർ അബോർഷൻ ചെയ്യുന്നതിനുള്ളൊരു അക്രഡിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത്. 20 വീക്സ് ആകുമ്പോൾ സെക്കൻഡ് ട്രൈംസ്റ്റർ വരെ ആകുന്നു. ഈ 20 വീക്സ് വരെ അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനത്തിൽ അത് ചെയ്യുന്നതിന് അക്രഡിറ്റേഷൻ ഉള്ളൊരു മെഡിക്കൽ പ്രാക്ടീഷണർക്ക് മാത്രമേ ഈ രീതിയിൽ ഒരു അബോർഷൻ നമുക്ക് ചെയ്യാൻ കഴിയും. 20 വീക്സ് കഴിഞ്ഞൊരു ഗർഭിണി എത്തി ഗർഭഛിദ്രം വേണമെന്ന് പറഞ്ഞാലും ചില കാരണങ്ങളിൽ, അതായത് റേപ്പ് മൂലം ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ചില വൈകല്യങ്ങളുള്ള കുട്ടിയാണ്, ഇത്തരം അവസരങ്ങളിൽ 24 വീക്സ് വരെ നമുക്ക് അബോർഷൻ ചെയ്ത് കൊടുക്കാം. പക്ഷേ 2 രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, 2 ഡോക്ടേഴ്സിന്റെ അഭിപ്രായത്തോടു കൂടി മാത്രമേ അത്തരം കേസുകളിൽ നമുക്ക് അബോർഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കൂ. ഈ 24 വീക്സ് കഴിഞ്ഞാലും സബ്സ്റ്റാൻഷ്യൽ കൺജനിറ്റൽ അനോമലി, അതായത് കുഞ്ഞിന് ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കൺജനിറ്റൽ വൈകല്യമുള്ള കുഞ്ഞാണെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം നമുക്ക് അബോർഷൻ ചെയ്ത് കൊടുക്കാം. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കാസർഗോഡ് നിന്നും മീരയാണ്. മീര, ഡോക്ടറോട് ചോദിച്ചോളൂ. മന്ത്ലി ഒരു 2-3 ടൈംസ് IPL കഴിക്കുന്നുണ്ട്, ഇതിന് പ്രശ്നമുണ്ടോ? IPL എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ലാണ്. ഒരിക്കലും നമ്മളത് തുടർച്ചയായി കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. നിങ്ങൾക്കൊരു ആക്സിഡന്റലി ഒരു ഇന്റർകോഴ്സ്, ഒരു അടിയന്തര ഘട്ടത്തിൽ വന്നുപോയി ഒരു വട്ടം നിങ്ങൾ കഴിച്ചോളൂ. പക്ഷെ തുടർച്ചയായി ഈ ഒരു ഗർഭനിരോധന മാർഗമായിട്ട് IPL അഥവാ എമർജൻസി കോൺട്രസെപ്റ്റീവ് പിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. പ്രേക്ഷകർക്ക് വ്യക്തമായിരുന്നു കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങൾ കൊണ്ട് അബോർഷനിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നിർബന്ധിതമായിട്ട് ഒരു സാഹചര്യം മൂലം ചിലപ്പോൾ ഈ അബോർഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അത്തരം പെൺകുട്ടികളിൽ അല്ലെങ്കിൽ അത്തരം സ്ത്രീകളിൽ ഒരു പ്രത്യേകതരം മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. അപ്പം അവർക്ക് ഫാമിലി എന്ന നിലയിൽ നൽകേണ്ട സപ്പോർട്ട് അതൊക്കെ എങ്ങനെയാണ്? ഈ
ഈ നിർബന്ധിതമായിട്ടാണെങ്കിലും ഒരുപക്ഷെ വൈകല്യമുള്ള കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളഞ്ഞാൽ പോലും ആ പെൺകുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് അതുമായിട്ട് ഒന്ന് താതാത്മ്യം പ്രാപിച്ചു വരാൻ കുറേയേറെ സമയമെടുക്കും. ആ സമയത്ത് നമ്മൾ വൈകല്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത് ഇതാണ്. കാരണം ഒരു വൈകല്യമുള്ള ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ 2-3 വർഷങ്ങൾക്ക് ശേഷം മരണപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്നെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത്. കാരണം ആ കുട്ടിക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ കഴിയാത്ത കുഞ്ഞാണ്. പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ചില കാരണങ്ങളാൽ ചിലപ്പോൾ നമുക്ക് അബോർഷൻ ചെയ്യേണ്ടതായിട്ട് വന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം ഒരുപക്ഷെ ഡിപ്രഷനിലേക്കും ചിലപ്പോഴെങ്കിലും ആത്മഹത്യയിലേക്ക് പോലും നമ്മൾ കുട്ടികളെ നയിക്കാവുന്ന റീസൺ ആണിത്. അത്തരം അവസരങ്ങളിൽ ഈ കുട്ടിക്ക് നല്ലൊരു സൈക്കാട്രിക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോഴെങ്കിലും ചികിത്സയിലേക്ക് തന്നെ പോകേണ്ടതായിട്ടും വരാം. എപ്പോഴും ആ കുട്ടിയോടൊപ്പം നിൽക്കുക, അതിനൊരു സപ്പോർട്ടീവായിട്ട് കുടുംബാംഗങ്ങൾ പെരുമാറുക എന്നതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു വിഷയം ഇപ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ടോ? ആക്ച്വലി ഇത്തരം ഒരു ശാസ്ത്രീയമായി MTP പുറത്തോട്ടുള്ളൊരു വിഷയമാണ് ഇത്. മിസ്യൂസ് ഇതെല്ലാം ഒരു സോഷ്യൽ ആസ്പെക്ട് ആണ് ഇതിന്റെ ഒരു ശാസ്ത്രീയമായ MTP കുറിച്ചുള്ള ശാസ്ത്രീയ വശങ്ങളും അതിന്റെ ലീഗൽ സൈഡ്സുമാണ് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. ഡോക്ടർ, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയവുമായി ഡോക്ടറുടെ മുന്നിൽ എത്തുന്നവരോട് ഒരു പൊതു നിർദ്ദേശം എന്ന രീതിയിൽ എന്തൊക്കെയാണ് നൽകാനുള്ളത്? ശരിക്ക് അബോർഷൻ ചെയ്യുക എന്നത് ഒരു ഗർഭനിരോധന മാർഗമല്ല. ഗർഭനിരോധന മാർഗങ്ങൾ സൗജന്യമായി സർക്കാർ നൽകുന്നുണ്ട്. നമുക്ക് ഗുളികകൾ കഴിക്കാം, കോപ്പർട്ടി ഇടാം, അങ്ങനെ ധാരാളം മാർഗങ്ങൾ, അതല്ലെങ്കിൽ കോണ്ടം ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് ഉടനെ ഒരു കുഞ്ഞ് വേണ്ട എന്നതാണ് നമ്മുടെ പ്ലാൻ എങ്കിൽ തീർച്ചയായും നിങ്ങളൊരു നല്ല ഗർഭനിരോധന മാർഗം സ്വീകരിക്കുക എന്നതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. പിന്നെ എത്ര ഗർഭനിരോധന മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചാലും അതിന്റെ ഫെയിലൂർ മൂലമോ അല്ലാതെ പല അടിയന്തര ഘട്ടങ്ങളിൽ ചില അവസരങ്ങൾ മൂലമോ അതല്ലെങ്കിൽ ബലാത്സംഗം, അങ്ങനെ പീഡനം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടോ ചിലപ്പോഴെങ്കിലും നമുക്ക് അബോർഷൻ ചെയ്യേണ്ടതായിട്ട് വരാം. അത്തരം ഘട്ടങ്ങളിൽ കുടുംബാംഗങ്ങളും ചുറ്റുമുള്ളവരും ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് നൽകുക. ഒരു ഡിപ്രഷൻ അഥവാ ഒരു ഡിപ്രഷനിലേക്ക് ഒരു വ്യക്തി പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കാരണം പറഞ്ഞാൽ ഭയങ്കര എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും. എനിക്ക് ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, വിശപ്പില്ലായ്മ, സന്തോഷമില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് ഈ കുട്ടി പോകുന്നതായി കണ്ടാൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന്റെ സേവനം തേടേണ്ടതുമാണ്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ഗർഭചിത്രത്തെ പറ്റിയും അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച്, ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിലും ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം ഗവൺമെൻറ് വിക്ടോറിയ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ NR റീനിയാണ്. ഡോക്ടർ നന്ദി. നന്ദി. ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു.